ടീം ഇന്ത്യക്ക് വേണ്ടി 67 ടെസ്റ്റ് മത്സരങ്ങൾ, 276 ഏകദിന മത്സരങ്ങളും 159 ട്വന്റി മത്സരങ്ങളും കളിച്ച താരം. 33 ഏകദിന സെഞ്ചുറികളും 5 T20 സെഞ്ചുറികളുമാണ് ഇയാളുടെ ലിസ്റ്റിൽ ഉള്ളത്. അതിൽ തന്നെ ഏകദിനത്തിലെ 3 ഡബിൾ സെഞ്ചുറികൾ നേടിയ ഏക ബാറ്റ്സ്മാൻ എന്നുള്ള ഖ്യാതി. അത് മാത്രമല്ല, ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ കൂടി സ്വന്തമാക്കിയ അയാൾ. ആ വ്യക്തിഗത സ്കോർ 264 റൺസ് എന്നാണ്. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല, ഇന്ത്യയുടെ സ്വന്തം ഹിറ്റ്മാൻ രോഹിത് ശർമ്മയെ കുറിച്ചാണ്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം രോഹിത് ശർമ്മ ICCയുടെ ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ശുഭ്മാൻ ഗിൽ 3-ാം സ്ഥാനത്തും ഉണ്ട്. ഓസ്ട്രേലിയക്കെതിരായി ഈയിടെ നടന്ന 3 ഏകദിന മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ 2 ഏകദിനങ്ങളിലും തീർത്തും ഫോം ഔട്ടായിരുന്ന രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് വേണ്ടിയിട്ട് വിമർശകർ നിരന്തരം പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് നേരെ ഓസ്ട്രേലിയക്കെതിരെ നടന്ന 3-ാം ഏകദിനത്തിൽ കിടിലമൊരു സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് അയാൾ മറുപടി നൽകിയത്. ഇനി വരുന്ന വേൾഡ് കപ്പിലും രോഹിത് ശർമ്മയുടെ തേരോട്ടം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് അയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 38 വയസ്സ് കഴിഞ്ഞെങ്കിലും താളം കണ്ടെത്തി കഴിഞ്ഞാൽ ഇത്രയധികം അപകടകാരിയായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ബാറ്റർ വേറെ ആരുമില്ല. ക്ലാസിക്കലായിട്ടുള്ള ഷോട്ടുകൾ ഒന്നും തന്നെ പറയാൻ